അടിമാലി കല്ലാറിൽ അംഗൻവാടി കെട്ടിടത്തിൽ വീണ് കുട്ടിക്ക് പരിക്ക്. ആൻറ്റോ അനീഷ ദമ്പതികളുടെ മകൾ മെറീനയ്ക്കാണ് പരിക്ക് പറ്റിയത്. ക്യാൻസർ രോഗബാധിതയാണ് അപകടത്തിൽപ്പെട്ട കുട്ടി. തലക്ക് പരിക്കേറ്റ കുട്ടി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയാണ്. സന്ദീപ് രാജാക്കാട് വിശദാംശങ്ങളുമായി. സന്ദീപ്, എന്താണ് സംഭവിച്ചത്? നികേഷ് കുമാർ, ഇന്നലെ ആണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. ഇന്നലെ ഈ രണ്ടാം നിലയിലാണ് അടിമാലി കല്ലാറിലുള്ള അംഗൻവാടി പ്രവർത്തിക്കുന്നത്. ഈ രണ്ടാം നിലയിലെ അംഗൻവാടി കെട്ടിടത്തിന് മുകളിൽ നിന്നും ഈ കുട്ടി കാല് തെന്നി താഴേക്ക് വീഴുകയായിരുന്നു. അപ്പോൾ തന്നെ ഈ അംഗൻവാടിയിൽ ഉണ്ടായിരുന്ന അധ്യാപിക ഇറങ്ങിച്ചെല്ലുകയും കുട്ടിയെ രക്ഷിക്കുകയും ചെയ്യുകയായിരുന്നു. എന്നാൽ ഈ കുട്ടിയെ രക്ഷിക്കുന്നതിനിടയിൽ ഈ വീണ അംഗൻവാടി ടീച്ചറുടെ കാല് ഒടിയുന്ന സ്ഥിതിയുണ്ടായി. ഇവരിപ്പോൾ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ പെൺകുട്ടി നിലവിൽ RCCയിലെ ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്ന ക്യാൻസർ രോഗബാധിത കൂടിയാണ്. കുട്ടിയുടെ തലയ്ക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. പരിക്ക് സാരമായതിനാൽ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും അവിടെ ഇപ്പോൾ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സ നൽകി വരികയുമാണ്. എന്തായിരുന്നാലും ഇതിന് തൊട്ടു പിന്നാലെ ഇന്നിപ്പോൾ ബന്ധുക്കൾ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഈ അംഗൻവാടി ജീവനക്കാരുടെ പിഴവ് മൂലമാണ് ഇത്തരത്തിലൊരു അപകടം നടന്നിരിക്കുന്നത്. ഇന്നലെ ആകെ ഉണ്ടായിരുന്നത് 4 കുട്ടികൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ അശ്രദ്ധയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാക്കുവാൻ കാരണമെന്ന പ്രതിഷേധമാണ് ബന്ധുക്കൾ ഉന്നയിക്കുന്നത്. മുൻപോട്ട് വലിയ രീതിയിലുള്ള പരാതികളും പ്രതിഷേധങ്ങളുമായി മുമ്പോട്ട് പോകുവാനാണ് ബന്ധുക്കളടക്കം തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായിരുന്നാലും ദാരുണമായ സംഭവമാണ്. കുട്ടി ഈ രണ്ടാം നില എന്ന് പറയുമ്പോൾ ഈ ദേശീയപാതയുടെ സമീപത്തു നിന്ന് നോക്കുമ്പോഴാണ് രണ്ടാം നില. ഈ ഗ്രൗണ്ട് ഫ്ലോറിന് അടിയിലേക്ക് ഒരു നില കൂടിയുണ്ട്. അങ്ങനെയാകുമ്പോൾ 3 നില കെട്ടിടം എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇതിന് വശത്തായിട്ട് ഒരു കുഴി ഉണ്ടായിരുന്ന ആ കുഴിക്കുള്ളിലേക്കാണ് ഈ കുട്ടി വീഴുകയും ചെയ്യുന്നത്. തലയ്ക്കാണ് സാരമായി പരിക്കേറ്റിരിക്കുന്നത് എന്നതും ഏറ്റവും ഗൗരവമായി തന്നെ കാണേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ബന്ധുക്കൾ ഇന്ന് ഈ അംഗൻവാടി ജീവനക്കാർക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായിരുന്നാലും പ്രതിഷേധവുമായി മുമ്പോട്ട് പോകും എന്ന് തന്നെയാണ് ബന്ധുക്കളും നാട്ടുകാരും അടക്കം വ്യക്തമാക്കുന്നത്. നികേഷ് കുമാർ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സന്ദീപ് രാജാക്കാട്.